നമസ്കാരം. നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആനക്കരയിൽ ആളില്ലാത്ത വീടിന്റെ വാതിൽ തകർത്ത് മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതിയെ തൃത്താല പോലീസ് പിടികൂടി. പുന്നൂർക്കുളം തോട്ടുങ്ങൽ വീട്ടിൽ ഷജീർ ആണ് പിടിയിലായത്. ആനക്കര പുറമതിൽശ്ശേരി പ്രകൃതിയിൽ പത്മനാഭന്റെ വീട്ടിൽ കഴിഞ്ഞ മാസമാണ് മോഷണം നടന്നത്. വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയം നോക്കിയായിരുന്നു മോഷണം. വീടിന്റെ പുറകുവശത്തെ ഗ്രില്ലിന്റെ പൂട്ട് തകർത്ത് അടുക്കള വാതിലും തകർത്ത് ഉള്ളിൽ കടക്കാൻ ശ്രമം നടത്തി പരാജയപ്പെട്ടതോടെ വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് അകത്ത് കയറുകയായിരുന്നു. വീട്ടിലെ നിരീക്ഷണ ക്യാമറയുടെ DVRഉം ഇന്റർനെറ്റ് മോഡവും കൊണ്ടാണ് ഇയാൾ കടന്നു കളഞ്ഞത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു. പട്ടാമ്പി മഞ്ഞളുങ്ങലിൽ നിർമ്മാണം നടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച മോഷണം. ഇലക്ട്രിക് വയറുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികളാണ് മോഷണം പോയത്. പട്ടാമ്പി മഞ്ഞളുങ്ങലാണ് നിർമ്മാണം നടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടന്നിരിക്കുന്നത്. വയറിംഗ് സാമഗ്രികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് മോഷണം പോയത്. മഞ്ഞളുങ്ങൽ പുലാക്കൽ അർസാലിന്റെയും ചുങ്കനോത്ത് സ്വാലിഹിന്റെയും വീട്ടിലാണ് സംഭവം. പെരുന്നാളിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് ജോലിക്കാർ ഇവിടെ എത്തിയത്. ഈ സമയത്താണ് മോഷണ വിവരം അറിയുന്നത്. നിർമ്മാണ പ്രവൃത്തികൾക്കായി മോട്ടോർ ഓണാക്കിയപ്പോഴാണ് പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് പരിശോധന നടത്തിയത്. ഈ സമയത്താണ് വീട്ടിലെ വയറിംഗ് സാമഗ്രികളെല്ലാം കവർച്ച ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയത്. തെളിവുകൾ നശിപ്പിക്കാനായി വീടിനുള്ളിൽ മുളകുപൊടിയും വിതറിയിട്ടുണ്ട്. അടുത്തിടെയാണ് 2 വീടുകളും വയറിംഗ് കഴിഞ്ഞത്. ഇതെല്ലാമാണ് കവർന്നിരിക്കുന്നത്. ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ മഞ്ഞളങ്ങിലാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വയറിംഗ് ഒക്കെ ഫുള്ളായിട്ട് ഏകദേശം തീർന്നൊരു മട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നിലവിൽ ഇവിടെ പണിക്കാരൊന്നും 2 ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് വന്നു നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെയോ മിഞ്ഞാന്നോ, അതായത് 11-ാം തീയതി 12-ാം തീയതി ഒരു ദിവസത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. കാലത്ത് വന്ന് മോട്ടർ അടിക്കാൻ നോക്കുന്ന സമയത്ത് മോട്ടറിന്റെ സ്വിച്ച് ബോർഡ് എല്ലാം തകർത്ത് വെച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി പരിശോധിക്കുന്ന സമയത്ത് വയറിംഗ് ചെയ്ത് വെച്ച വയറുകളെല്ലാം വലിച്ച് കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടുണ്ട് അവർ. അത് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടും ചുമരിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തിട്ടും പിന്നെ എൻ്റെ മോട്ടർ ഉണ്ട് അവിടെ, അതായത് കോഴൽക്കിണറിന്റെ മോട്ടറിന്റെ അത്രയും നീളത്തിൽ വരുന്ന നല്ല കനം കൂടിയ വയറാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് അവർ വയറൊക്കെ എടുത്തിട്ട് അതിന്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അതായത് വയറൊക്കെ കീറി അതിന്റെ പുറത്ത് വരുന്ന കവറിംഗ് എല്ലാം അവിടെ തന്നെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം അറിയുന്ന ആളുകളാണ്, തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ പരിസരത്തുള്ളവരോ അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ലക്ഷക്കണക്കിന് രൂപയുടെ ഇലക്ട്രിക് വയറിംഗ് ആണ് മോഷണം പോയിരിക്കുന്നതെന്നും വീട്ടുകാർ പറഞ്ഞു. ഇനി പ്രവർത്തികൾ വീണ്ടും നടപ്പാക്കാൻ ചുമരുകളും സീലിംഗും കുത്തിപ്പൊളിക്കേണ്ട അവസ്ഥ കൂടിയാണ്. ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ജോലിക്കാരൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ 11-ാം തീയതി രാവിലെ അവർ പ്ലംബിങ്ങിൻ്റെ വർക്കിനായി വന്നപ്പോഴാണ് കുറച്ച് വയറിംഗ് ഇതൊക്കെ കട്ടായി കാണുന്നത്. ഫ്രണ്ടിലൊന്നും കാണുന്നില്ല, പക്ഷേ ഉള്ളിലൊക്കെ കയറി നോക്കുമ്പോൾ വയറിംഗൊക്കെ കട്ട് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ പക്ഷേ 10-ാം തീയതി രാവിലെ ഞങ്ങളവിടെ പോയിരുന്നു. അപ്പോൾ യാതൊരു ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 11-ാം തീയതി രാവിലെ വന്ന് നോക്കുമ്പോൾ കട്ട് ചെയ്യാവുന്ന വയറുകളൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ എർത്തിൻ്റെ വയറ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പിന്നെ നമ്മൾ ഇനിയൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാക്കിയിട്ടുണ്ട്. ഒക്കെ ഇനി ആദ്യം മുതൽ നമ്മുടെ വയറിങ്ങുകളെല്ലാം ഇനി ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഞാനിപ്പോൾ വയറിംഗറിനെ വിളിച്ചിട്ട് ആളുടെ ഒരു എസ്റ്റിമേറ്റ് ഇട്ട് തന്നിരിക്കുന്നത് 2-2.5 ലക്ഷം രൂപ വരെയുള്ള നഷ്ടങ്ങളാണ് ആൾ എസ്റ്റിമേറ്റ് ഇട്ട് തന്നിരിക്കുന്നത്. അതായത് ഇതുവരെ ചെയ്ത നഷ്ടങ്ങളും അപ്പോൾ കൊടുത്ത പണിക്കൂലി, അപ്പോൾ കൊടുത്ത വയറുകളും. ഇനി ആ വയറുകളൊന്നും ഉപയോഗശൂന്യമായി. വീണ്ടും ആ വയറുകളൊക്കെ വാങ്ങിക്കണം. വീണ്ടും ആ പണിക്കൂലി ഡബിൾ വരും. കാരണം സ്ട്രൈറ്റ് ആയിട്ട് ഇനി ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് പൊളിച്ചിട്ട് സീലിംഗ് അടക്കം പൊളിച്ചിട്ട് വേണം ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അപ്പോൾ അത് അത്രയും നഷ്ടം, നമുക്ക് 2-2.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. അപ്പോൾ നമുക്കുണ്ടായത് ഇനി ഒരാൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ, അതാണ് ഇപ്പം നമ്മുടെ ഒരു. തൃത്താല പടിഞ്ഞാറങ്ങാടിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലേക്ക് ഇടിച്ചുകയറി അപകടം. റോഡരികിലേക്ക് തെറിച്ചു വീണ ബൈക്ക് യാത്രക്കാരൻ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പടിഞ്ഞാറങ്ങാടി സെന്ററിൽ കുമരനെല്ലൂർ സഹകരണ ബാങ്കിന് സമീപം വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. ഒതളൂർ സ്വദേശി സാഹിദ് സഞ്ചരിച്ച ഇരുചക്ര വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പറക്കുളം ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്ക് നിയന്ത്രണം നഷ്ടമായി റോഡരികിലെ മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാരൻ ദൂരേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. അപകടത്തിൽ അത്ഭുതകരമായാണ് യുവാവ് ഗുരുതര പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടത്. യാത്രക്കാരെയും അധികൃതരെയും മുൾമുനയിൽ നിർത്തി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. കഴിഞ്ഞ ദിവസം രാത്രി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള മേൽപ്പാലത്തിനരികെയാണ് വൈദ്യുതി ലൈനിന് മുകളിലൂടെ ട്രാക്കിലേക്ക് ചാടുമെന്ന് യുവാവ് ഭീഷണി മുഴക്കിയത്. യാത്രക്കാരും പോലീസും ഫയർഫോഴ്സും ഒക്കെ ഏറെ നേരം അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ വഴങ്ങിയില്ല. ഒടുവിൽ 11 മണിയോടെയാണ് കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തത്. താഴെ വീണ് അപകടത്തിൽപ്പെടാതിരിക്കാൻ വൈദ്യുതി ലൈൻ ഓഫാക്കുകയും വലവിരിക്കുകയും ചെയ്തിരുന്നു. ബംഗാൾ സ്വദേശിയായ ക്രിസ്റ്റം ഓറാവോൺ ആയിരുന്നു യാത്രക്കാരെയും പോലീസിനെയും ഫയർഫോഴ്സിനെയുമെല്ലാം മുൾമുനയിൽ നിർത്തിയത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇയാൾ ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്ന് വ്യക്തമായത്. തുടർന്ന് റെയിൽവേ പോലീസ് RPFന് കൈമാറി.
എടപ്പാൾ കണ്ടനകത്ത് KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച അപകടം യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. 2 ബസ്സുകൾക്കുമിടയിൽപ്പെട്ട് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും തകർന്നു. വെള്ളിയാഴ്ച രാവിലെ 11:30ഓടെ സംസ്ഥാന പാതയിലെ കണ്ടനകം ബീവറേജസ് കോർപ്പറേഷൻ മദ്യവിൽപ്പന കേന്ദ്രത്തിന് സമീപത്താണ് അപകടം നടന്നത്. പാലായിൽ നിന്നും കൊട്ടിയൂരിലേക്ക് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസും എതിരെ വന്ന തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ ഇരു വാഹനങ്ങൾക്കുമിടയിൽപ്പെട്ട് തകർന്നു. വട്ടുള്ളി കറുകപ്പുത്തൂർ റോഡ് ഉടൻ പുനർനിർമ്മിക്കുക, തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, പഞ്ചായത്തിന്റെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുമിറ്റക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പദയാത്ര നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KP സുധീഷിന്റെ നേതൃത്വത്തിൽ വട്ടുള്ളിയിൽ നിന്നും കറുകപ്പുത്തൂർ വരെ നടത്തിയ പദയാത്രയുടെ സമാപന സമ്മേളനം KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 വർഷമായി തകർന്നു കിടക്കുന്ന റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള യാതൊരു നടപടിയും ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്നില്ല. പഞ്ചായത്ത് വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുടെ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ പലതും തകർന്നു കിടക്കുകയാണ്. പഞ്ചായത്തിൽ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. പല പഞ്ചായത്തുകളിലും വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ല. സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും ജനദ്രോഹ നടപടികൾ മൂലം ജനങ്ങൾ ദുരിതത്തിലാണെന്നും CV ബാലചന്ദ്രൻ പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർ PA വാഹിദിന്റെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി OK ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി. ജാഥ കോർഡിനേറ്റർ മുഹമ്മദ് കുഞ്ഞി, മണിഹാജി, സെയ്ദ് മുഹമ്മദ്, P റഷീദ, രവി കറുകപ്പുത്തൂർ, കുഞ്ഞു മുഹമ്മദ്, മുസ്തഫ, ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. തൃത്താലയുടെ ചരിത്രത്തിലല്ല, പാലക്കാടിന്റെ ചരിത്രത്തിലില്ലാത്തൊരു സംഭവം അവിടെ നടന്നു. ഏകദേശം 5000 കാണികൾ ഉണ്ടായിരുന്നു. ഉദ്ഘാടനത്തിന് മൈക്കങ്ങ് എടുത്തപ്പോ ഈ MP രാജേഷ് മൈക്കെടുത്തപ്പോ കൂക്കി വിളിച്ചു. കൂവി വിളിച്ച് അവിടെ നിന്നും അദ്ദേഹം മൈക്ക് മെല്ലെ അപ്പുറത്തുള്ള സംഘാടകന്റെ കയ്യിൽ കൊടുത്തു. ഞാനൊക്കെ ഗാലറിയിൽ ഇരിക്കുന്നുണ്ട്, എന്താണ് സംഭവം മനസ്സിലാവുന്നില്ല. തിരിച്ച് അദ്ദേഹം ഗാലറിയിൽ നടന്നു വരുന്നവരെ ഓരോ ആളുകളും വന്ന് പറയാണ്, പരുതൂര് റോഡൊന്ന് നേരാക്കുവോടോ, തലക്കശ്ശേരി ചിറ്റപ്പുറം റോഡൊന്ന് നേരാക്കുവോടോ, ആനക്കര റോഡൊന്ന് നേരാക്കാൻ പറ്റുവോടോ, ഇല്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്ന് പറഞ്ഞ് കൂവി വിളിക്കുന്ന ഗതികേടുണ്ടാക്കിയ ഈ തൃത്താലയിൽ മഴക്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രാജേഷ് നന്ദിയങ്കോടിന്റെ വിത്തുയാത്ര തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ചെട്ടിപ്പടി കിഴക്കേ തൊടുവരമ്പത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടന്നു. മുതിർന്ന തൊഴിലാളിയായ കാർത്തിയേനി ആദ്യ കരിമ്പന വിത്തുപാകി. വിത്തുയാത്രയുടെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി കലാലയങ്ങളിൽ നിന്നാണ് ഈ വർഷത്തെ വിത്തുയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പടിഞ്ഞാറങ്ങാടി ഗോഖലെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. വിത്തുയാത്രയിൽ സിനിമ മേക്കപ്പ് മാൻ സുന്ദരൻ ചെട്ടിപ്പടി, പാഞ്ചാലി, കാളി, കുറുമ്പ, വിജു, സീത, സുന്ദരി തുടങ്ങിയവർ നേതൃത്വം നൽകി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ജീവനി സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ലോക പുകയില ദിനത്തോടനുബന്ധിച്ചായിരുന്നു സെമിനാർ നടത്തിയത്. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ജീവനി സെല്ലിന്റെ ആഭിമുഖ്യത്തിലാണ് ആന്റി നാർക്കോട്ടിക് സെൽ PK ദാസ് എന്നിവരുടെ സഹകരണത്തോടുകൂടി ലോക പുകയില ദിനത്തോടനുബന്ധിച്ച് ഏകദിന സെമിനാർ നടത്തിയത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MR രശ്മി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രാഹുൽ S പിള്ളെ ക്ലാസ് എടുത്തു. ആന്റി നാർക്കോട്ടിക് സെൽ കൺവീനർ ഉണ്ണികൃഷ്ണൻ, ജീവനി സെൽ കോർഡിനേറ്റർ ഡോക്ടർ റോഷ്നി പ്രഭാകർ, P അഞ്ജന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. People, small children, adolescents and all, using it very extensively, and the related crimes because of the use of these products. So, a lot of interventions are required. This is a very complex problem. It's not a very easy, does not have a one-stop solution also. A very complex problem requiring a very even more complex solution. So I thank Jeevani Center for this wonderful initiative, which is very much a need of the hour. And I thank you all for being a part of this, for hearing this session. And I assure you that it will be an interactive session. And we'll see in detail about all these things. And I'll just start off with a small session, and after that you can ask me your doubts and questions, and I'll try my best to clear it. Once again, I thank everyone, and thank Jeevani and the college management for this. കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും ശനിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് ശങ്കരമംഗലം ബോഗൻവില്ല കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നടത്തുന്നത്. BK ശ്രീകണ്ഠൻ MP കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി എന്നിവർ മുഖ്യാതിഥികളാകും. ജില്ലാ പ്രസിഡന്റ് അലിക്കുഞ്ഞുകൊപ്പൻ മുഖ്യപ്രഭാഷണം നടത്തും. അശാസ്ത്രീയമായ നികുതി വർധന പിൻവലിക്കണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നാളത്തെ പരിപാടി എല്ലാവരും ഹൃദയപൂർവ്വം ക്ഷണിക്കലാണ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. എല്ലാ പത്രമാധ്യമ പ്രവർത്തകരെയും സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളെയും എല്ലാ വ്യാപാരി വ്യവസായ സംഘടനകളെയും പിന്നെ വിദ്യാഭ്യാസ വകുപ്പ്, പോലീസ് വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഹെൽത്ത് സെന്റർ ഇതിലുള്ള എല്ലാ പ്രതിനിധികളെയും വിവിധ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളെയും ഹാർദമായി ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അതായത് KBOW എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ സംഘടനയുടെ എല്ലാ കുടുംബ പ്രതിനിധികളെയും ഇതിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. വാടകയുമായി ബന്ധപ്പെട്ട് 15ഓളം കേസുകൾ കോടതിയിൽ പോവാതെ അസോസിയേഷൻ നേതൃത്വത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞെന്നും ഇവർ പറഞ്ഞു. കുടുംബസംഗമത്തിൽ അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള അനുമോദനവും ഒരുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ T അബ്ദുള്ളക്കുട്ടി, A ശ്രീധരൻ, K അക്ബർ, K സലീം എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ജൂൺ 15 വയോജന പീഡന വിരുദ്ധ ദിനാചരണത്തിന്റെ മുന്നോടിയായി മുതിർന്ന പൗരന്മാരോടുള്ള അവഗണനയ്ക്കെതിരായ ബോധവൽക്കരണാചരണത്തിന്റെ ഭാഗമായും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പാലക്കാട് ജില്ലാ സാമൂഹ്യ നീതി വകുപ്പും സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയും ചേർന്നാണ് പരിപാടി നടത്തിയത്. പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ K മുണ്ടായ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം K പരമേശ്വരൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രധാന അധ്യാപിക ശ്രീകല ടീച്ചർ അധ്യക്ഷയായിരുന്നു. PTA പ്രസിഡന്റ് K രാധാകൃഷ്ണൻ, സാമൂഹ്യ പൊതുപ്രവർത്തകൻ A സേതുമാധവൻ, നാഗലശ്ശേരി യൂണിറ്റ് സെക്രട്ടറി TC രാമൻ എന്നിവർ സംസാരിച്ചു. അവർക്ക് ഞങ്ങൾ നിങ്ങളെ പരിരക്ഷിച്ചു കൊള്ളാം, നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ജീവിതാവസാനം മുഴുവനും ഉണ്ടാകുമെന്ന് അവരെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് എഴുതി വാങ്ങിച്ചിട്ട് അവസാനം എന്താ ശരിയറിയോ? ഈ മക്കളും മറ്റുള്ള മരുമക്കളും കുടുംബക്കാരും ഒക്കെ അവരെ നിർദാക്ഷിണ്യം അവരെ പുറന്തള്ളുന്നു, ഉപേക്ഷിക്കുന്നു. എന്തിന്റെ പേരില്? സമയമില്ല, അല്ലെങ്കിൽ വയസ്സായി, തള്ളയായി, തന്തയായി. അല്ലെ, ഞങ്ങൾക്കൊക്കെ ഒരു പേരുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വിളിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൻപുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ വയസ്സായി കഴിഞ്ഞാൽ, ഒന്നിനും കൊള്ളാത്തതായി കഴിഞ്ഞാൽ, മുടി നരച്ചാൽ, പല്ല് പോയാൽ, കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടാൽ, ചെവി കേൾവിപ്പോയായി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുന്നൊരു പേരുണ്ട്. എന്താണ്? ശ്രീ തേവർ ഇരുത്തിപ്പറമ്പ് ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ജൂൺ 15 ഞായറാഴ്ച ആഘോഷിക്കും. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.